ചുമക്കാനും ബുദ്ധിമുട്ടാണ്. അത് എത്തേണ്ടടുത്ത് എത്തിയാൽ നാട്ടുകാരറിഞ്ഞാലൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ അത് വേണ്ട എന്ന് പറഞ്ഞത്. പറയണമെങ്കിൽ പറഞ്ഞു. അവിടെ സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുകൊണ്ട് ഒരു കുടുംബം സഞ്ചരിച്ചിരുന്ന കാറ് ആ കുളത്തിൽ പോയി. ഡ്രൈവർ ഉൾപ്പെടെയുള്ള 4 പേര് മുങ്ങിത്താവുന്നു. അപ്പൊ അതിനകത്ത് ഒരു പയ്യനെ ആ കുളത്തിൽ മരിച്ചു, 3 പേരെ അതിഥിത്തൊഴിലാളി രക്ഷപ്പെടുത്തി. ഇത് ഞാൻ അന്ന് കൊടുത്തിരുന്ന ഈ നിവേദനം ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിൽ, എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ആ ജീവൻ അപകടത്തിൽപ്പെടില്ലായിരുന്നു. അതാണ് കഴിഞ്ഞ ഈ കുളത്തെ സംബന്ധിച്ച് 2 പദ്ധതിയുണ്ട്. അമൃത് സരോവർ എന്ന് പറഞ്ഞ കേന്ദ്രത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. അത് വാട്ടർ അതോറിറ്റിയുടെ കുളത്തിൽ എത്രയാണ് ചെയ്യാൻ പറ്റുക എന്ന് എനിക്ക്, പൊതു കുളങ്ങൾ, ജലാശയങ്ങൾ, ഒരുപക്ഷെ മൂടിപ്പോയ ജലാശയങ്ങൾ, ഒരു ജലാശയം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിലേക്ക് നമുക്കൊരു പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോ അസമില് ഈ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ്, ഈ വികസന ത്വരയുള്ള ഒരു പ്രദേശങ്ങൾ, ജില്ലകൾ എടുത്ത് അങ്ങനെ ഏതാണ്ട് 106 107 ജില്ലകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ജില്ലകളിലെ വികസനവുമായി ബന്ധപ്പെട്ട് അസമിൽ ഒരു അസസ്മെന്റിന് പോയ സമയത്ത് ഏതാണ്ട് 70 കുളങ്ങളാണ് ഞാൻ പോയ ആ പ്രദേശത്ത് പുനരുജ്ജീവിപ്പിച്ച് അതിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പില് വനിതകൾ അടക്കമുള്ള ആൾക്കാർ തൊഴിലുറപ്പ് പദ്ധതിയിൽ അവരുടെ പിന്തുണയോടെ അതിനകത്ത് മത്സ്യകൃഷി, ആ മത്സ്യം അവർ 6 മാസം കൂടുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്ത് അവരുടെ ഉപജീവനത്തിന് ഒരുപാട് എക്സസ് ആയിട്ടുള്ള, അധികമായിട്ടുള്ള പണം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇത് അമൃത് സരോവർ പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എങ്ങനെയാണ് വാട്ടർ അതോറിറ്റിയുടെ ഹെഡ് ഓഫ് അക്കൗണ്ടിലുള്ള ഒരു കുളത്തിൽ അതെന്താ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് പാർട്ടി പ്രവർത്തകർ തീർച്ചയായിട്ടും വന്ന് അന്വേഷിച്ച് ഇതിന്റെ ലോഗിനിൽ പോയി അത് രജിസ്റ്റർ ചെയ്യണം. പഞ്ചായത്ത് തന്നെ അത് രജിസ്റ്റർ ചെയ്യണം. അതൊരു മാർഗമാണ്. നിങ്ങളുടെ MP ആരാണ്? ആന്റണിയോട് പറഞ്ഞ് MP ഫണ്ടിൽ നിന്ന് പൊതുക്കുളമായതുകൊണ്ട് കൊടുക്കാൻ പറ്റും. ക്ഷേത്രക്കുളമാണെങ്കിൽ അത് പൊതുക്കുളമായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കൊടുക്കാൻ. അപ്പോ പൊതുക്കുളം എന്ന നിലയ്ക്ക് അതിന്റെ റീറ്റെയിനിങ് വാൾ കിട്ടുന്നതിനും എല്ലാം MP ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ സാധിക്കും. രാജ്യസഭ MP ആയിരിക്കുന്ന സമയത്ത് ഞാനത് തിരുവനന്തപുരത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ ആ വഴിക്കും നിങ്ങൾ മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കണം. ഇതെല്ലാം ഈ വാട്ടർ അതോറിറ്റിയുടെ കുളം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് പെനട്രേഷൻ പവർ ഉണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിച്ചിട്ട് വേണം. ഞാൻ പറയുന്നത് മുഴുവൻ അങ്ങ് കൃത്യമായ കാര്യമാണെന്ന് വരുത്താൻ പാടില്ല. അമൃത് സരോവർ ഒരു സാധ്യതയാണ്. MP ഫണ്ടിൽ നിന്ന് റീറ്റെയിനിങ് വാൾ കെട്ടി അപകടം ഒഴിവാക്കാൻ മാത്രമല്ല, ആ ജലാശയത്തിന്റെ ഒരു പൂർണ്ണ പ്രാപ്തി, ഊറ്റുറവുകളെല്ലാം പുനരുജ്ജീവിപ്പിച്ച് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ജലത്തേക്കാൾ കൂടുതൽ കിട്ടുന്ന ഒരു വ്യവസ്ഥ അവിടെ സൃഷ്ടിക്കാൻ സാധിക്കും. ദീർഘിക്കുന്നില്ല. ഞാൻ 20 കൊല്ലം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. പള്ളിക്കത്തോട്ടിലെ ആദ്യ സ്കൂളുകൾ കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ സ്കൂളിലൊന്നാണ് ഗവൺമെന്റ് UP സ്കൂൾ ആനിക്കാട് എന്ന് പറയും. ഈ സ്കൂളിന് വളരെ സ്ഥലപരിമിതി കുറവാണ്. തൊട്ടടുത്തും വാങ്ങാനോ ഒന്നും സൗകര്യങ്ങളില്ല. എന്നാലിപ്പോൾ നിലവിൽ 5 ബിൽഡിങ്ങുകളായിട്ട് ചെറിയ ഓട് മേഞ്ഞ, കൂടാതെ ജില്ലാ പഞ്ചായത്ത് ചെയ്ത പഴയ ഒരു ബിൽഡിംഗ്, ഇതിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതൊരു ഒറ്റ ബിൽഡിങ്ങിലേക്ക് ഒരു നല്ല രീതിയിലൊരു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി, സ്മാർട്ട് ക്ലാസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടി ആ സ്കൂളിനെ ഉദ്ധരിച്ചാൽ കോട്ടയം ജില്ലയിലെ തന്നെ ആദ്യത്തെ സ്കൂൾ, നല്ല സ്കൂളാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കുന്നതാണ്. അതിനുള്ള ഒരു ഞങ്ങളുടെ നാട്ടിലേക്ക് സാറ് കടന്നു വന്നപ്പോൾ തൃശ്ശൂർ മാത്രമല്ലാതെ പള്ളിക്കത്തോടിന് എന്തെങ്കിലും നമുക്കൊരു മാതൃകയായ ആ സ്കൂള്, ഇവിടെ MLA ഉണ്ട്, MP ഉണ്ട്, അതായത് 10 എന്റെ പാർട്ടിയല്ല. അല്ല, അതുകൊണ്ടാണ് സാറ് ഞാൻ പറയുന്നത്, മറ്റൊരാളെ ആശ്രയിക്കാതെ, അതായത് ഇവിടെ 2 ഗവൺമെന്റ് സ്കൂളുകൾ, ഒന്ന് എളമ്പള്ളി ഗവൺമെന്റ് UP സ്കൂള്, വശമ്പടി സ്ഥലമുള്ള സ്ഥലമാണ്. അവിടെയും ഇത്തരത്തിലുള്ള ചെറിയ 3-4 ബിൽഡിങ്ങുകളിലായിട്ടാണ്, അതായത് ഓട് മേഞ്ഞ കെട്ടിടങ്ങൾ, ജില്ലാ പഞ്ചായത്ത് ഫണ്ട് പണിതൊരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് മൊത്തം പോയി. അങ്ങനെയുള്ള ഇതിലാണ് ആ സ്കൂളും പ്രവർത്തിക്കുന്നത്. എളമ്പള്ളിയെ സംബന്ധിച്ച് സ്ഥലം കൂടുതലുണ്ട്, ബിൽഡിങ്ങുകൾ പലത് പണിയാം, ഗ്രൗണ്ട് ഉണ്ടാക്കാൻ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും ഇവിടെ ആ പള്ളിക്കത്തോടിന്റെ സെന്ററിൽ മാർഗേ ഉള്ളൂ. ആ MLAക്ക് ഞാൻ കത്ത് കൊടുക്കാം, നിങ്ങൾ അനുസരിപ്പിച്ചെടുക്കണം. സാർ, അത് പല MPക്കും ഞാൻ കത്ത് കൊടുക്കാം, നിങ്ങൾ അനുസരിപ്പിച്ചെടുക്കണം. അതിന്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ
30 വർഷത്തിന് മേൽ ഇപ്പം പുള്ളിയുടെ പിതാവ് വരുന്നതിന് മുമ്പ് തന്നെ വാടൂർ നിയോജകമുള്ള കാലം തൊട്ട് നേരത്തെ അത് ഉമ്മൻചാണ്ടി സാറ് 35 വർഷം ഉമ്മൻചാണ്ടി സാറിരുന്ന മണ്ഡലം പള്ളിക്ക് തുറന്ന് പറഞ്ഞു. അതിനുശേഷം കടന്നു വന്ന ജയരാജ് സാറ് ഇതൊന്നും കാണാത്തയാളല്ല, പല പരിപാടികളിലൂടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആന്റണി 15 വർഷം 3 ടൈം ഇവിടെ MP ആയിരുന്ന ആളാണ്. അദ്ദേഹം വിവിധ പരിപാടികൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു കെട്ടിടം അല്ലെ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന, അതായത് കേരളത്തിൽ തന്നെ ഗവൺമെന്റ് സ്കൂളുകളിൽ നല്ല വിജയ ശതമാനം, അതുപോലെ വളരെയധികം കുട്ടികളും പ്രവേശനോത്സവം അടക്കമുള്ള സന്ദർഭം 1ാം ക്ലാസ്സിലേക്ക് കടന്നു വരുന്ന സ്കൂളാണ്. ആ സ്കൂള് പള്ളിക്കത്തോടിന്റെ സ്ഥിരാകേന്ദ്രമാണ്. ഈ പള്ളിക്കത്തോട് ടൗണിൽ തന്നെ പ്രവർത്തിക്കുന്ന. അപ്പൊ അത് ഞങ്ങൾ പറയുന്നത് സാറ് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾക്കൊരു സമ്മാനം തരണമെന്നാണ് പറയുന്നത്. ഈ സ്കൂൾ പഠിക്കാൻ വൃത്തിയില്ല. അത് അല്ല സാറേ, രാജ്യസഭാ അംഗമായിരുന്നു. സാറേ ഞാൻ പറയട്ടെ മുഴുവൻ. ഇതിന്റെ സാങ്കേതികത അങ്ങ് മനസ്സിലാക്കി. സാറിന്റെ ഫണ്ട് വന്നില്ലേ പോലും ഏതെങ്കിലും ഈ വിഭാഗം ഉൾപ്പെടുന്ന രാജ്യസഭാ MP-മാരുണ്ട്. അദ്ദേഹം സാറ് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയിരിക്കുന്ന 9 പേരുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ 4 കേട്ടോ. അങ്ങനെ വിവിധ കക്ഷികളുടെ 9 പേരുണ്ട്. 9 പേർക്ക് ഞാൻ കത്ത് കൊടുക്കാം. അതാണ് പറഞ്ഞത്. 2 ഞാൻ പറഞ്ഞില്ലേ, എതിർ പാർട്ടിയിലുള്ള ആൾക്കാരാണ്. BJPക്ക് എതിർ BJP ഇപ്പോഴാണ് ആദ്യമായിട്ട് പഞ്ചായത്തിൽ കടന്നു വന്നത്. 5 കൊല്ലം ഇരുന്നുള്ളൂ. അതിനുമ്പ് 25 വർഷം കഴിഞ്ഞു. 25 കരാറുകാർ അവരുടെ ബില്ല് ഇവര് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പണി നടക്കുന്നില്ല. വിഷയം മനസ്സിലായല്ലോ അല്ലേ? അവരെ കുറ്റം പറയാനൊക്കത്തില്ല. അവര് അമിത പലിശ കൊടുത്ത് ഇതെല്ലാം ചെയ്തു തീർത്തിട്ട് പിന്നെ പലിശ കൊടുത്ത് അവരുടെ ജീവൻ ഒടുങ്ങണം എന്ന് പറയുന്നതിനൊന്നും ആരും തയ്യാറാവത്തില്ല. അങ്ങനെയുള്ള മനസ്കത അവർക്കുണ്ടാവണമെന്ന് നമുക്ക് ഡിമാൻഡ് ചെയ്യാനും ഒക്കത്തില്ല. പണയം വെച്ച് പണം എടുത്ത് പല വർക്കുകളും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. കഷ്ടമാണ് അവരുടെ കാര്യം. അത് സസ്പെൻഡ് ചെയ്തിട്ട് വാഴൂർ പഞ്ചായത്തിന്റെ ഏതാണ്ട് ഒരു 15 കിലോമീറ്ററോളം അകലെയുള്ള ഏതാണ്ട് 4-5ഓളം ഏജൻസികളിലായിട്ട് ഇത് മാറ്റി കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ പലതവണ നിവേദനങ്ങൾ കൊടുത്തു. അങ്ങേക്ക് ഞങ്ങൾ മെയിലായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു 4 മാസം മുമ്പ് ഏത് മെയിലിലേക്ക് ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. ദയവായി അതൊന്ന് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനുള്ള നടപടി അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് വളരെ വിനയസ്വരം അഭ്യർത്ഥിക്കുകയാണ്. നേരിട്ട് എനിക്ക് കൈകാര്യം ചെയ്യാവുന്ന വിഷയമാണ്. ആദ്യത്തെ വിഷയം തന്നെ അങ്ങനെ ഒന്ന് വന്നതിൽ പലപ്പോഴും നമുക്ക് ഇതാരുടെയെങ്കിലും ഒക്കെ കുറവാണെന്ന് നിങ്ങളെ അറിയിക്കുന്നതിനകത്തൊരു വലിയ വലിയ ബുദ്ധിമുട്ടുണ്ട് മാനസികമായ. എങ്കിലും അത് പറയാതിരിക്കാനും പറ്റില്ല. പക്ഷെ ഇത് അഡ്മിനിസ്ട്രേഷണൽ പിഴവോ അല്ലെങ്കിൽ കുറവോ ഒക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ അന്വേഷിക്കട്ടെ. അതിന് മതിയായ കാരണമുണ്ടെങ്കിൽ ആ കാരണം തിരിച്ചറിയിക്കുന്നതായിരിക്കും. കുഴി വാട്ടർഫോൾസ് ഇപ്പോൾ നമ്മുടെ ഒരു അഭിമാനമാണ് പള്ളിക്കത്തോട് പഞ്ചായത്തിനെ സംബന്ധിച്ച്. അപ്പോൾ കാലങ്ങളായിട്ട് ഈ ടൂറിസം അൽഫോൺസ് സാറ് മന്ത്രിയാകുന്നപ്പോൾ തൊട്ട് നമ്മൾ ഇതൊന്ന് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി പലവിധ പ്രോജക്റ്റുകൾ നൽകിയിട്ടുണ്ട്. നടക്കത്തില്ല. അൽഫോൺസ് സാറല്ല, നരേന്ദ്രമോദി വിചാരിച്ചാലും നടക്കത്തില്ല. സ്റ്റേറ്റ് ടൂറിസം അത് പ്രോജക്റ്റായിട്ട് ഏറ്റെടുക്കണം. അവരെന്താണ് അതിനകത്ത് സംഭാവന? അതില് 80-20 ആണോ, 60-40 ആണോ, 40-60 ആണോ, 20-80 ആണോ? ഇതെല്ലാം ക്രമീകരിച്ച് മാത്രമേ അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ നടക്കൂ. ഫീസിബിലിറ്റി എല്ലാം നോക്കിയിട്ടാണ് തരുന്നത്. എല്ലാ പദ്ധതികളും ഇപ്പോ സാസ്കിയുടെ കീഴിൽ 2 പ്രോജക്റ്റ് കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 170 കോടിയോളമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 50 പുതിയ ഡെസ്റ്റിനേഷൻ. അതിനകത്ത് ഒരു പ്രോജക്റ്റ് ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ ഈ പറയുന്ന 36, അതായത് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും കഴിച്ചാൽ 36 കഴിഞ്ഞ് പിന്നെ അവശേഷിക്കുന്ന 14 പദ്ധതികൾക്ക് വേണ്ടി കടിപിടി കൂടും. ആ കൂട്ടത്തിൽ പ്രാപ്തി ഉണ്ടെങ്കിൽ കേരളത്തിന് ഒന്നുകൂടി കിട്ടും. കുമരകത്തിന് ഒരു പ്രോജക്റ്റ് കൊടുത്തിരുന്നല്ലോ. ഈ 2 സാസ്കി പ്രോജക്റ്റ് അല്ലാതെ 2 പദ്ധതിക്ക് കൂടി കേരളത്തിൽ നിന്ന് ഒരു MP-യെ കൊടുത്തത് കൊണ്ട് സാധ്യമാക്കി കിട്ടിയിട്ടുണ്ട്. അത് രാഷ്ട്രീയ വിജയം തന്നെയാണ്. മലമ്പുഴ ഉദ്യാനം എല്ലാവരും നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ പുന്നമട ഈ 2 പദ്ധതിക്കും കൊടുത്തിട്ടുണ്ട്. സാസ്കിയിൽ കൊടുത്തിരിക്കുന്നത് കൊല്ലത്ത് ബയോഡൈവേഴ്സിറ്റിയും പിന്നെ സർഗാലയ തലശ്ശേരി വടകര. അതേപോലെ തന്നെ
ഏതാണ്ട് നിരവധി വർഷമായി പള്ളിക്കത്തോട് ഗ്യാസ് ഏജൻസി ഇന്ത്യൻ ഓയിലിൻ്റെ അത് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അനുവദിച്ച് കിട്ടുകയായിരുന്നു. അത് പിന്നീട് നല്ല രീതിയിൽ തൊട്ടടുത്ത ഉരുവപ്പട ഉൾപ്പെടെയുള്ള അകലക്കുന്ന പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഇതിലെ കൺസ്യൂമർമാരായിരുന്നു. നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നത് ഗ്യാസ് ഏജൻസി അത് 2 വർഷമാകുന്നു അത് നിർത്തിപ്പോയിട്ട് ഇവിടെയുള്ള ജനങ്ങളും ഇതുപോലെ അന്യ സ്ഥലങ്ങളിൽ പോയാണ് പുറമെന്നടക്കമുള്ള സ്ഥലങ്ങളിൽ പോയാണ് ഇപ്പം അത് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.